ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിലി ഫേവറേറ്റായ റോസ് ഫലൂഡയാണ് കേട്ടോ. ഫ്രൂട്ട്സും കസ്കസും ജെല്ലിയും ഐസ്ക്രീമും ഒക്കെ ചേർന്ന് നല്ല സൂപ്പർ കോമ്പിനേഷനിൽ ഇങ്ങനെയൊന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ സൂപ്പർ ടേസ്റ്റിൽ നിങ്ങൾക്കും ഫലൂഡ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫലൂഡയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജെല്ലി. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ജെല്ലിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന പോലെ അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച ശേഷം നമ്മൾ ആദ്യം 1 കപ്പ് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതേ അളവിൽ 1 കപ്പ് തന്നെ നല്ല ഐസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ജെല്ലി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫലൂഡ നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് മിനിമം 1 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഈ ജെല്ലി റെഡിയാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. എങ്കിൽ മാത്രമേ ജെല്ലി നല്ല സെറ്റായിട്ട് നല്ല പീസായിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. ഫലൂഡ നമ്മൾ എപ്പോൾ അസംബിൾ ചെയ്യുന്നു അതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ജെല്ലി നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഫലൂഡയിലെ സേവ് അല്ലെങ്കിൽ സേമിയ എന്ന് പറയുന്നത്. ഞാനിവിടെ നമ്മുടെ സാധാരണ സേമിയ അല്ലെങ്കിൽ വെർമിസിലി തന്നെയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഫലൂഡ സേവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി. നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെർമിസിലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ സേമിയ അങ്ങ് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വെള്ളം അല്ലെങ്കിൽ ഐസ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഫലൂഡയിലേക്കുള്ള ബ്ലാക്ക് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജ്യൂസിലും സ്ക്വാഷിലുമൊക്കെ ചേർക്കുന്ന കസ്കസാണ് വേണ്ടത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊരു 5 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് നല്ല പൊങ്ങി വരും. അത് നമുക്ക് ഫലൂഡയിലേക്ക് ചേർക്കണം. അത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫലൂഡ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ കസ്കസ് കൂടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഫലൂഡ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് പാല് വേണം. പിന്നെ ഫലൂഡയിൽ ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റൂ ഹഫ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ്. ഇവിടെ റൂ ഹഫ്സയാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ റൂ ഹഫ്സയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ റോസ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇപ്പോൾ ഏകദേശം ഒരു കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂ ഹഫ്സ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ലൊരു പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടും. ഇത് റോസ് ഫലൂഡ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ വേവിച്ചെടുത്ത വെർമിസിലി, പിന്നെ കുതിർത്തിയ കസ്കസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും വേണം. ഞാൻ കുറച്ച് ആപ്പിളും പോമഗ്രാനൈറ്റും ആണ് എടുത്തേക്കുന്നത്. നട്ട്സായിട്ട് കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂഡ അസംബിൾ ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് റൂ ഹഫ്സയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എല്ലാം അസംബിൾ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സബ്ജ സീഡും പിന്നെ അതിലേക്ക് കുറച്ച് വെർമിസിലി കൂടെ ആണ് ആദ്യം ചേർക്കുന്നത്. നമ്മുടെ വെർമിസിലിയും ജെല്ലിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിനും പ്രത്യേകിച്ചൊരു ഓർഡറൊന്നുമില്ല. നമുക്ക് പിന്നെ കാണാനുള്ളൊരു ഭംഗിക്ക് ഓരോന്നായിട്ട് നമ്മൾ ലെയർ ചെയ്തിടുന്നത് നല്ല രസമായിരിക്കും കാണാനും കഴിക്കാനും. പിന്നെ ഈ ജെല്ലിയുടെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമൊക്കെ ആണ് കുറച്ച് നല്ലത്. ഒരുപാട് കൂടുതൽ വേണ്ട. 1 സ്കൂപ്പ് ഐസ്ക്രീം ആദ്യം ചേർത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആപ്പിളും പോമഗ്രാനൈറ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ് കൂടെ ഒന്ന് വിതറി കൊടുക്കണം. നമ്മളിതിങ്ങനെ കോരി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരുപാട് കൂടി പോകണ്ട, എന്നാലും ഒരു നട്ട്സും ഫ്രൂട്ട്സും ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ മറക്കരുത്.
ഇനി ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ മുകളിലേക്ക് റൂഹ് അഫ്സയും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തേക്കുന്ന നമ്മുടെ പിങ്ക് പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമ്മൾ കുറച്ച് കസ്കസ് ചേർക്കുക, നമ്മുടെ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്യുക. വെർമിസലി വേണമെങ്കിൽ അത് ചേർക്കാം. നമുക്ക് ഏതാണോ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം അതുകൂടെ അങ്ങനെ ലെയറാക്കി എടുക്കുക. കുറച്ച് ജെല്ലിയൊക്കെ കൂടുതൽ ഇടുന്നത് നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുന്നതും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഏറ്റവും ടോപ്പിൽ നമ്മൾ എപ്പോഴും ഐസ്ക്രീം വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഐസ്ക്രീം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊക്കെ വെച്ച് കാണാനുള്ള ഭംഗിക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കിടിലൻ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.